ഇന്നത്തെ കാലത്ത് പൊതുവെ പറയാറുള്ള ഒരു മോട്ടിവേഷണൽ ടിപ്പാണ് നമ്മൾ സ്വയം പ്രൊമോഷന് തയ്യാറാകണം. എപ്പോഴും നമ്മൾ എന്താണ് എന്ന് നമുക്ക് ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാമെങ്കിലും അവിടെ എപ്പോഴും ഒരു സെൽഫ് ബൂസ്റ്റിംഗ് അത് വളരെ നല്ലതാണ് എന്നാണ് പൊതുവെ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു വ്യക്തിത്വ വികസനത്തിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. എന്നാൽ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി അങ്ങനെ സെൽഫ് പ്രൊമോഷന് മാത്രം നിലനിൽക്കുന്ന ഒരാളാകാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഭരണ മികവ് കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്നുദ്ദേശിച്ചത് കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഭരണ മികവ് കാണുന്നില്ല. എന്നാൽ ഭരണ മികവിനെ കുറിച്ച് വാതോരാതെ വാഴ്ത്തിപ്പാടുന്ന തിരുവാതിരപ്പാട്ടുകളുണ്ട്, പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അഭിമുഖം, അത് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ളൊരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖത്തിലൂടെ എന്താണ് പിണറായി വിജയൻ എന്ന സമൂഹത്തിൽ ഒരിക്കൽ കൂടി ബോധ്യമാകുക എന്നതും അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനെതിരെ വന്ന വിവാദങ്ങളൊന്നും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രാധാന്യമില്ല എന്നുള്ള രീതിയിലും അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പച്ചയായ മനുഷ്യൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ ഒരു അഭിമുഖത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഏറെക്കുറെ ആ അഭിമുഖം സക്സസ് ആയി എന്ന് തന്നെ പറയണം. കാര്യം പിണറായി എന്ന ഒരു പച്ചയായ മനുഷ്യനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നാൽ കണ്ടും പിണ്ടിയും ഇരുവർ ഇപ്പോൾ പൊടിച്ചത് 11 ലക്ഷമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു അഭിമുഖത്തിന് ഒരു മനുഷ്യൻ എന്താണ് എന്ന് സമൂഹത്തിനെ അറിയിക്കുന്നതിന് 11 ലക്ഷം, അതും ഖജനാവിൽ നിന്ന് അത്രയുമൊക്കെ പൊടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ ഈ സർക്കാരിന്, അതുപോലെ ഈ മുഖ്യമന്ത്രിക്ക് നേരെ ഒക്കെ ഉയർന്നതാണ്. ഒരുപാട് അഴിമതി കഥകൾ വന്നതാണ്. ഒരുപാട് ഇതുപോലെയുള്ള ഖജനാവിലെ പണം അനാവശ്യമായ രീതിയിൽ ചിലവഴിച്ചു എന്നുള്ളത് വന്നതാണ്. കേരളം കടത്തിലാണ്, അൾട്ടിമേറ്റ്ലി കേരളം കടത്തിലാണ്. ഈ ഒരു അവസരത്തിലാണ് ഇലക്ഷൻ അടുത്ത്, ഇലക്ഷനിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ, അതായത് പോക്കിൽ ഖജനാവ് മുടിക്കാൻ 11 ലക്ഷം ചിലവാക്കിയിരിക്കുന്നത്. വളരെ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ വളരെ രീതിയിൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന ഒരു നേതൃത്വത്തിന്, ഒരു ഭരണകൂടത്തിന് ഇത്തരത്തിലൊരു PR വർക്കിൻ്റെ ആവശ്യമുണ്ടോ? PR വർക്കിൻ്റെ ആവശ്യമുണ്ട്. PR വർക്ക് തെറ്റാണ് എന്നല്ല, പക്ഷേ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്, അത്തരത്തിലൊരു ഭരണകൂടത്തിന് ഇങ്ങനെയുള്ളൊരു PR വർക്കിൻ്റെ ആവശ്യമുണ്ടോ എന്നത് ജനങ്ങൾ ചിന്തിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും ഒന്നിച്ചെത്തിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടി പുതിയ വിവാദങ്ങളിലേക്ക്. ഈ അഭിമുഖം ചിത്രീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് 11,21,000 രൂപയാണ് ചിലവഴിച്ചത് എന്നാണ് വിവരാവകാശ രേഖകൾ. തിരുവല്ല സ്വദേശിയായ റിജോ വള്ളംകുളം നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സർക്കാർ ഫണ്ടാണ് ഇതിനായി ഉപയോഗിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രേഖയിൽ തന്നെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിൽ വെച്ച് 2 ദിവസം കൊണ്ടാണ് ഈ അഭിമുഖം ചിത്രീകരിച്ചത്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറും സംഘവുമാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ വിശേഷങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ അഭിമുഖത്തിന്റെ ടീസർ വലിയ രീതിയിൽ വ്യാപകമായി വൈറലായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്കിടെ പിണറായി വിജയൻ തന്നെ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞു അത്രേ. മോഹൻലാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു എന്നായിരുന്നു വിവരങ്ങൾ പുറത്തുവന്നത്. അതേസമയം ഈ അഭിമുഖത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ഇത് വെറും ഒരു PR സ്റ്റണ്ട് മാത്രമാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. മോഹൻലാൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവുമായി അഭിമുഖം നടത്തുന്നത് ആദ്യമല്ല. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുമായും സമാനമായ രീതിയിൽ സംവദിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പരിശോധിക്കേണ്ടി വരുന്നത് ഉമ്മൻചാണ്ടിയുമായുള്ള ആ അഭിമുഖത്തിന് എത്ര ചിലവഴിച്ചു, അത് ഖജനാവിൽ നിന്നായിരുന്നു, അതിൽ എന്തെങ്കിലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിരുന്നു എന്നതും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ രണ്ട് മുന്നണികളുടെയും 2 നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. എന്തായാലും എന്തൊക്കെയായാലും ശരി, PR വർക്ക് എന്ന് പറയുന്നത് എവിടെയും ഇപ്പോൾ വ്യാപകമാകുന്ന ഒരു ട്രെൻഡ് തന്നെയാണ്. ആ ട്രെൻഡിനൊപ്പം പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ശരിക്കും ചൂണ്ടിക്കാണിക്കാൻ, ജെന്യുവിനായി ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടി ഇവരൊക്കെ ഓർക്കുന്നത് നന്ന്. അല്ലെങ്കിൽ ഈ മുടിക്കൽ മാത്രം ഉണ്ടാകും, ഭരിക്കലും വികസനവും ഒന്നും ഉണ്ടാകില്ല. ജനങ്ങൾ ഈ മുടിക്കൽ കണ്ട് മടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.